പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതകം നമ്മളെ ആകെ വേദനിപ്പിച്ച സംഭവമാണ്. അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ സിദ്ധാർത്ഥൻ പഠിക്കാൻ വന്ന കാലഘട്ടം മുതൽ, ആദ്യത്തെ ദിവസം മുതൽ കോളേജ് യൂണിയൻ ഒരു തീരുമാനമെടുത്തിരുന്നു, ഇവനെ വരുതിയിൽ നിർത്തണം, ഇവൻ നമ്മുടെ കൺട്രോൾ വിട്ടു പോകും, ഇവനെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇവനെ കോളേജിൽ അത്ര ഷൈൻ ചെയ്യാൻ സാധിക്കരുത്, അവനെ വരുതിയിലാക്കണമെന്ന് തീരുമാനമെടുത്തു. കോളേജ് യൂണിയന്റെ പ്രസിഡന്റും SFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ K. അരുണാണ് ഇവരെ മര്യാദ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. എല്ലാ ദിവസവും രാവിലെ അയാളുടെ മുറിയിലെത്തണം, വൈകിട്ടും മുറിയിലെത്തിയിട്ട് പോകണം, ക്ലാസ് കഴിഞ്ഞാലും ഈ മുറിയിൽ വരണം. അങ്ങനെ വന്നില്ലെങ്കിൽ ശിക്ഷയുണ്ട്, ടോർച്ചർ ചെയ്യും. പല സന്ദർഭത്തിൽ രാവിലെ വരുമ്പോഴും വൈകിട്ട് വരുമ്പോഴും സിദ്ധാർത്ഥനെ നഗ്നനാക്കി മാറ്റും, മാനസികമായി തളർത്തും. അങ്ങനെ നടപടികൾ സിദ്ധാർത്ഥൻ വന്ന ദിവസം മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ആന്റി റാഗിങ് കമ്മിറ്റിയുടെ ചില വിവരങ്ങൾ എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ചില വിദ്യാർത്ഥികളുടെ മൊഴി കൊടുത്തു. സിദ്ധാർത്ഥൻ ഈ വിവരമൊക്കെ തങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നേതാവിൻ്റെ മുറി ചെല്ലണം, പ്രസന്റ് വെക്കണം, അവിടെ നഗ്നനായിട്ട് നിർത്തണം. കൂടെ സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു അരുൺ. അയാൾ പറയുന്നത്, നിന്റെ ബർത്ത്ഡേ വരട്ടെ, ആ ബർത്ത്ഡേ എന്നാണെന്ന് ഞങ്ങൾക്കറിയാം, അന്നേരം കോളേജിൻ്റെ തൂണിൽ നിന്നെ കെട്ടിയിട്ടിട്ട് ആ തൂണിന് ചുറ്റും തീയിട്ടു നിന്നെ ശരിയാക്കി കളയും. അത് ഭയപ്പെട്ടിരുന്നു സിദ്ധാർത്ഥൻ. ഇങ്ങനെയുള്ള കുട്ടികൾ എന്തിനാണ് ആ കോളേജിൽ പഠിക്കുന്നത്? അവിടുന്ന് മടങ്ങണ്ടേ? SFI പോലെയുള്ള ഇതുപോലെയുള്ള വിദ്യാർത്ഥികളുടെ പീഡനം സഹിക്കുന്നവര് ആ കോളേജിലെ പഠനം നിർത്തി വീട്ടിലേക്ക് മടങ്ങണം. മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടും. ഇവിടെ ക്രിമിനലാണ് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ആ സ്വഭാവത്തോടു കൂടിയാണ്. അത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അവിടുത്തെ SFI യൂണിറ്റ് സെക്രട്ടറിയും അവിടുത്തെ പ്രസിഡന്റും കമ്മിറ്റി അംഗമൊക്കെയാണ്. അവരുടെ ലോകമാണ്. പല സന്ദർഭത്തിലും സിദ്ധാർത്ഥനെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് ഇവര് സിനിമയ്ക്കൊക്കെ പോകുമെന്ന്. 21-ാം തീയതിയും ആ സംഭവം നടക്കുന്നതിന് മുമ്പും ഇയാളെ മർദ്ദിച്ച് മുറിയിൽ പൂട്ടിയിട്ടിട്ട് അവർ ബത്തേരിയിലും മാനന്തവാടിയിലൊക്കെ സിനിമയ്ക്ക് പോയിട്ടും വരും. അതുവരെ മുറിയിൽ ഇയാൾ കിടക്കേണ്ടി വരും. അവരുടെ സൗജന്യത്തിൽ ആണ് ഇയാൾ ജീവിക്കുന്നത്. രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് നേതാവിൻ്റെ മുറി ചെന്നില്ലെങ്കിലും അതിന് പ്രത്യേകം പീഡനമുണ്ട്. അവിടെ ആ ക്യാമ്പസിനകത്തുള്ള പാറക്കൂട്ടത്തിലേക്ക് ഇയാളെ വിളിച്ചുകൊണ്ട് പോയി. അത് പലരും കണ്ടിട്ടുണ്ട്. അവിടെ ഒരു കോളേജിലെ ഒരു സീനിയർ വിദ്യാർത്ഥിനിയുണ്ട് ഇവരുടെ കൂടെ പീഡിപ്പിക്കാൻ. അവിടെ വെച്ച് അലർച്ചയും നിലവിളിയൊക്കെ കേട്ടതായിട്ട് പലരും പറയുന്നുണ്ട്. അവിടുത്തെ കുക്ക് അയാളും അത് കേട്ടു. അവിടെ സിദ്ധാർത്ഥനെ ആ പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് വളരെ ഭീകരമായ രീതിയിൽ പീഡിപ്പിച്ചു. ആ പാറപ്പുറത്ത് അല്പം ബ്ലഡ് സ്റ്റെയിന് കാണപ്പെട്ടതായിട്ടും നമ്മൾ ചാനലിലൊക്കെ കണ്ടിരുന്നു. ഇതുപോലെ SFI കൽപ്പറ്റ ഏരിയ കമ്മിറ്റിക്ക് ഈ കോളേജിലെ ആ സർവകലാശാലയിൽ എന്താണ് ഇത്ര കൺട്രോൾ എന്ന് മനസ്സിലാകുന്നില്ല. ഇന്റേണൽ കമ്മിറ്റിയിൽ ഈ കൊടുത്ത പരാതിയുടെ കോപ്പി അവിടുത്തെ SFI ഏരിയ കമ്മിറ്റിക്ക് ലഭിച്ചു. ചോദിച്ച ഉടനെ കൊടുത്തു. അത് അന്വേഷിക്കണം. SFIയുടെ ത്രെഡ് ഭീഷണിയൊക്കെ നിരന്തരം സീനിയർ ബാച്ചിലെ ഇവർ ചെയ്യുന്ന ഒപ്പം ഒരു പെൺകുട്ടിയും എല്ലാ ഇതിനും SFI നേതാക്കന്മാരുടെ ഒപ്പം ഉണ്ട്. ആ പെൺകുട്ടി അതിനെതിരായിട്ട് നടപടി എടുക്കണമെന്ന് ഈ ആന്റി റാഗിങ് കമ്മിറ്റിയിലെ പല കുട്ടികളും പറഞ്ഞു. 3 അധ്യാപകർ അതിനോട് വിയോജിച്ചു. അവരെന്താണ് അങ്ങനെ വിയോജിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആന്റി റാഗിങ് കമ്മിറ്റിക്ക് എന്താണ് ജോലി? ചെറിയൊരു മൈനർ സംഭവമാണെങ്കിലും ശരി, അതിന് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് പോലീസിൽ അറിയിച്ച് കേസെടുക്കുകയാണ് വേണ്ടത്.
ഇവിടെ ഈ കുട്ടിയെ ഇത്ര ഭീകരമായി മർദ്ദിച്ചിട്ടും ആന്റി റാഗിംഗ് കമ്മിറ്റി അറിഞ്ഞില്ല. ആ കുട്ടിയുടെ മരണം, ആ മരണത്തിന് ശേഷമാണ് ഓരോന്ന് പുറത്തോട്ട് വരുന്നത്. ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് നേരത്തെ എന്തായിരുന്നു ജോലി? കുട്ടികൾ പരാതി ലഭിക്കണ്ട, അവര് അത് കൃത്യമായിട്ട് കണ്ടു മനസ്സിലാക്കണം. അപ്പൊ അവർക്ക് കോളേജില് യാതൊരു കൺട്രോളുമില്ല. സിദ്ധാർത്ഥിനെ പറ്റി നമ്മൾ പല സംഭവങ്ങളും ഇപ്പം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രതിയായ കാശിനാഥനൊപ്പം നടന്നു പോകുന്ന പലരും കണ്ടിട്ടുണ്ട് ആ പാറപ്പുറത്തേക്ക്. അവിടെ ആ പെൺകുട്ടിയുടെ സാന്നിധ്യമുണ്ട്. അതിനെ സംബന്ധിച്ച് ചില മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ആ മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കാൻ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന അവർ വിറ്റ്നസ് ആയിരുന്നു. അവർ പറയുന്ന പോലെ ആയിരിക്കണം അയാളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവരൊക്കെ വളരെ സാഡിസ്റ്റാണ്. പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ വളരെ സാഡിസ്റ്റാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ പെൺകുട്ടികൾ അതിനകത്ത് ഇടപെട്ട് അയാളെ രക്ഷപ്പെടുത്തേണ്ട ചുമതലയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇയാളെ ചട്ടം പഠിപ്പിക്കുകയാണ്. ആനകളെ ചട്ടം പഠിപ്പിക്കുന്നവരെ ചട്ടം പഠിപ്പിക്കുകയാണ്. 1 വർഷത്തോളം അയാൾ ചട്ടം പഠിച്ചു, അല്ലെങ്കിൽ ഇവർ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ പഠനം ശരിയായില്ല, അനുസരിക്കാതെ വന്നു എന്ന് തോന്നി അവർ മാരകമായി പരിക്കേൽപ്പിച്ചു, അയാളെ കൊന്നു കെട്ടിത്തൂക്കി. ഇതൊക്കെ നമ്മൾ നേരത്തെ വളരെയധികം കേട്ടു. ഇപ്പം കുറച്ചധികം വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിദാരുണമായ ഒരു കൊലപാതകമാണ്. ഇവരെ പ്രതിയാക്കുന്നത് മാത്രമല്ല, അങ്ങനെയുള്ളവരെ കേരളത്തിലെ ഒരു കോളേജിലും പഠിപ്പിക്കാൻ അനുവദിക്കരുത്. നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾ ഇവിടെ വളർന്ന് സമൂഹത്തിലെ സിറ്റിസൺ ആകണ്ട. കൊലപാതകം ചെയ്യുന്നവരും ഇതുപോലെ ക്രൂരമായ മാനസിക ശാരീരിക പീഡനം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ക്രിമിനലാണ്. അവർ പഠിച്ചിട്ട് സമൂഹത്തിന് ഒന്നും ലഭിക്കാനില്ല. അവരെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നതല്ല, കേസിലെ പ്രതി ആയിക്കോട്ടെ. അങ്ങനെ ആന്റി റാഗിംഗ് ഇവരോടൊപ്പം സഹകരിച്ച മുഴുവൻ കുട്ടികളെയും ആ കോടതിയിൽ നിന്ന് ആ കോളേജിൽ നിന്ന് പുറത്തിറക്കണം. കാരണം അവരെ നമുക്ക് വേണ്ട. അവരെ കേരളത്തിലെ ഒരു കോളേജിലും ഇവരെ പഠിപ്പിക്കരുത്. അങ്ങനെയുള്ള സമൂഹത്തിൽ തെറ്റായി വളർന്നു വന്ന കുട്ടികൾ അത് അനുഭവിക്കണം. അവർക്ക് ഇവിടുത്തെ സമൂഹത്തിനോട് കടപ്പാടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് കടപ്പാടുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കണമെങ്കിൽ ഇതുപോലുള്ള കീടങ്ങളെ അവിടുന്ന് നമുക്ക് പുറന്തള്ളണം. അപ്പൊ ആന്റി റാഗിംഗ് കമ്മിറ്റിയുള്ള എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും കേരളത്തിലെ എല്ലാ സർവകലാശാലയിലും അവര് ഉണർന്ന് പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള കുട്ടികളെ വെളിയിലാക്കണം. യാതൊരു ദാക്ഷിണ്യം കാണിക്കരുത്. അതിനകത്ത് രാഷ്ട്രീയ ചായ്വ് കാണിക്കരുത്. അങ്ങനെയുള്ള ഏത് യൂണിയനിലെ കുട്ടിയായാലും ശരി, അവരെവിടെ വേണ്ട, യൂണിയന്റെ എത്ര ബലം ഉണ്ടെങ്കിലും ശരി, ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കണം. അത് പോലീസ് എടുക്കണം, അയാൾക്കെതിരായിട്ട് കേസെടുക്കണം, അയാളെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം.